കമ്പൽ മാറൻ ഹാൻ കുർബാന ലേൽബാസ് മയ്യാദ് കാരേ വൗദാ ബഹൈ മാനുസാ ബലംബാദാഹ്യാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി, ഈ ജ്ഞാനസ്നാനത്തിന്റെ നടപടിയിലൂടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപകരങ്ങളിൽ നിന്നും കഴുകി വെടുപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതയായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദൈവനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകും.
നിങ്ങളോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്ത് നിന്ന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസി സിസ്റ്റർ നാറ്റീറ്റയുടെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്തിൽ സ്വീകരിച്ച് അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കാരുണ്യവാനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസമരുളുന്ന അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുനരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാത്തരായി നിലനിൽക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവന്താനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കപ്പെടുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരിയോടൊന്ന് ചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. പ്രിയ സഹോദരി, ജ്ഞാനസ്ഥാനത്ത് നിന്നെ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിക്കുമെന്ന നിന്റെ വാക്യ അടയാളമായിരുന്നു. മഹിമയേറിയ ഈ പദവി മരണപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് സൗഭാഗ്യത്തിന് അർഹിയാവും എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. നമുക്ക് ഓർത്തിരിക്കാം. ഒലിവ് ശാഖയേറ്റിയ വെള്ളരി പ്രാവിനെ പോലെ സിസ്റ്റർ ഏറ്റിവിറ്റ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് യാത്രയായി. തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി കുണ്ടുകുളങ്ങര തോമസ് വറീദിന്റെയും ആലക്കപ്പറമ്പിൽ റാഫേൽ കുഞ്ഞിലയുടെയും 5ാമത്തെ പുത്രിയായി കുണ്ടുകുളങ്ങര വറീദ് കുഞ്ഞന് 1934 ജൂലൈ 18 പൂജാതയായി. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ.
സർവശക്തനായ ദൈവം അനശ്വര മഹിമയോട് ഉയർത്തിച്ച് വിശുദ്ധരും അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് വെറുതെയും ശിക്ഷയിൽ നിന്ന് മോചനം നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇയാളെ എതിർഭാഗത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രക്ഷിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. കരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഈ സഹോദരിയുടെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഈ മകളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായുള്ള സംസർഗത്തിന്റെയും ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ വചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയേറണമേ. ഞങ്ങൾ ഒരിക്കൽ സ്വർഗത്തെത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരിയെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ, കൈകളിലൽപ്പം ധനമില്ലാതെ പോകുന്നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെൻ ധനമല്ലോ,
വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിരുന്നു ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെ ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരിചിതരുടെ ശരീരം ഉള്ളടക്കം ചെയ്ത കുഴിമാടങ്ങൾ ഉയർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പിൻ ജീവനമായ അങ്ങ് ഈ ദാസ്യ മഹത്തോട് ഉയർപ്പിക്കുന്നത് വരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യതേജസ്സിൽ പിതാവായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്ന് ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നമ്മുടെ പ്രിയ സഹോദരി സിസ്റ്റർ നാറ്റുവിറ്റെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്ന് തന്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തന്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിന്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരിയെ നമുക്ക് ഏൽപ്പിക്കാം. ഈ മകൾക്ക് അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഈ മകളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കില്ല എന്ന് അരുൾ ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിങ്കിൽ കണ്ണീർ പൊഴിച്ച കർത്താവേ, ദുഃഖാർത്തരായ ഞങ്ങളുടെ കണ്ണുനീർ തുറച്ചു നിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഓർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ സഹോദരിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചതവിച്ച കള്ളന് പ്രതീക്ഷ വാഗ്ദാനം ചെയ്ത കർത്താവെ, സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിക്കുകയും ചെയ്ത ഈ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇവരെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം വരുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ,
കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച ഈ ദാസി ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവ്വം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഈ മകളെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തള്ളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടള്ളണമേ. കർത്താവെ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. എൻ്റെ നാഥൻ്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. സ്വർഗത്തിൽ ഒരു വീടു പണിതെൻ്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു ഞാൻ. ഓർക്കുന്നു ഞാൻ പ്രിയരേ, നിങ്ങൾ ചെയ്തതിനൊക്കെയും നന്ദിയേകുന്നു ഞാൻ. സ്നേഹത്തിനോർമ്മകൾ അലിവുള്ള നന്മകൾ ഓർക്കുന്നു ഞാൻ പ്രിയരേ. പകരമായേകുവാൻ ശൂന്യമാമെൻ കരം പ്രതിഫലമേകട്ടെ നാഥനെന്നും. അനുഗ്രഹമേകട്ടെ ദൈവമെന്നും.